ഹലോ, എന്നും ആർട്ടും ക്രാഫ്റ്റും ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ, ഫ്രഷ് സാധനം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആട്ടോ. ഇന്ന് എത്നിക് ഡേ ആണ്. സെലിബ്രേഷൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, പക്ഷേ ഇന്നാണ് എത്നിക് ഡേ. അപ്പോൾ ഞങ്ങളെല്ലാവരും സാരിയൊക്കെ എടുത്ത് റെഡിയാവുന്ന തിരക്കിലാണ്. മേക്കപ്പ് സാധനങ്ങളൊക്കെ ചിന്നിച്ചതിരി കിടപ്പുണ്ട് മേശപ്പുറത്തൂടെ. ഇത് എൻ്റെ ഫ്രണ്ട്സാണ്, എൽവിന, പ്രവീണ, വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. അവരൊക്കെ റെഡിയാവുന്ന തിരക്കിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പ്രവീണ നേരത്തെ തന്നെ സാരിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുത്തുന്ന കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഷോ ഇറക്കാമെന്ന്. അങ്ങനെ ഞാനും ഇവളും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഇവളുടെ ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവൾക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇവൾ ഞങ്ങളുടെ ടീമിലെ മെയിൻ ഫാഷനിസ്റ്റാണ്. ഫോട്ടോയൊക്കെ എടുത്ത് ഷോ ഇറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് വിളിയൊന്ന് പെട്ടെന്ന് കൂട്ടിച്ചില്ല, പരിപാടിയൊക്കെ തുടങ്ങാറായിന്ന്. സാരി എടുത്ത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഊബറോട്ട് എടുത്ത് പോകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ സാരി വലിച്ചു വിറ്റുന്നതെന്ന്. വെറും സാറ്റിസ്ഫാക്ഷൻ. ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ കോമാട്ടോ. ഇതിനകത്തോട്ട് ഓട്ടൊന്നും കയറ്റാൻ പറ്റില്ല. ഇതിൻ്റെ ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേറ്റത്തോട്ട് ചെല്ലണമെങ്കിൽ തന്നെ കുറേ ദൂരമുണ്ട്. എല്ലാവരും എത്തനിക് വൈബിലാണ്. സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പോകാമെന്ന്. ബാഗ് കൊണ്ടുവച്ച് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ സാരി എടുത്ത വീഡിയോ കാണണമെന്ന്. അപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മിറർ സെൽഫി എടുക്കുന്നത് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, ശ്രീലക്ഷ്മി, അക്ഷയ് കുമാർ എന്ന് വിളിക്കുന്ന അച്ചു, അമൽ. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കോർട്ടിലിരുന്ന് വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കാണുന്നതാണ് ജയശങ്കർ. ഞങ്ങളെല്ലാം ജയേട്ടൻ എന്ന് വിളിക്കും. അങ്ങനെ കമൻ്റ് അടി എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റാലി നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം. ഫുൾ എത്നിക് വൈബായിരുന്നു. നല്ല രസമുണ്ട്. എല്ലാവരും സാരിയും മുണ്ടൊക്കെ എടുത്ത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം റാലി നടക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ പുരാതന കേരളീയ തറവാടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികൾ റോഡിൻ്റെ ഇരുവശങ്ങളുമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓഫീസിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ്. ദൂരെയായിട്ടൊരു ആനക്കൂട്ടനെ കാണുന്നുണ്ട്. പേടിക്കട്ട, എല്ലാം ഡൂപ്പാണ്, ഒന്നും ഒറിജിനലല്ല. എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ ഇവൻ്റ് റാലി കേട്ടോ. വേൾഡ് സെലിബ്രേറ്റ് ഓണം എന്നാണ് ഇന്നത്തെ റാലിയുടെ തീം. 4 ടീമായിട്ട് തിരിഞ്ഞുള്ള കോമ്പറ്റീഷനാണ്. ഞങ്ങളുടെ ടീമിൻ്റെ ആൾക്കാരെയാണ് നിങ്ങളിവിടെ കാണുന്നത്. വന്നപ്പോൾ തന്നെ ജയശങ്കറിന് പണി കിട്ടിയിട്ടുണ്ട്. സാരി ഉടുത്ത ഗേൾസിന് പ്രോപ്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രോപ്സുമായിട്ട് അവനെ റോഡിൻ്റെ സൈഡിൽ നിർത്തി. ഉത്സവപ്പറമ്പിൽ കച്ചവടക്കാരൻ നിൽക്കുന്ന പോലെ അവനവിടെ നിൽപ്പുണ്ട്. എന്നാൽ ഈ ചെറു ഗേൾസിന് കൊടുക്കുന്ന സാധനം എന്തിനാണ് സാരി ഉടുത്ത ഗേൾസിന് കൊടുക്കുന്നത്? പിന്നെ എല്ലാവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് വേണം. പ്രോപ്പർട്ടീസിനൊക്കെ പ്രത്യേകം മാർക്കുണ്ട്. എൻ്റെ സാരിക്ക് ചേരുന്ന കളറാണെന്ന് പറഞ്ഞൊരു പച്ച മുത്തുക്കോടങ്ങ് തന്നിട്ട് ആരോ ഒരാൾ ഓടിപ്പോയി. റിട്രോ വേബിൽ വന്നവരെ കേട്ടോ കാണുന്നത്. റിട്രോക്കാർ പൊളിയായിരുന്നു. അവർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പലവിധ കലാരൂപങ്ങൾ അതിലെ ഇതിലെയൊക്കെ കാണാമായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ. എത്നിക് വേഷങ്ങൾക്കെതിരെ ഒരു അറബിക്കാരൻ. കുഴപ്പമില്ല, വേൾഡ് സെലിബ്രേറ്റ്സ് ഓണം എന്നാണല്ലോ. അപ്പം വേറെ ടീമിൻ്റെ വാമനനും മഹാബലി ആട്ടോ ഈ കാണുന്നത്. താടി വെച്ച വാമനൻ കൊള്ളാം. റെട്രോക്കാരൻ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യുന്നുണ്ട്, കാരണം ഒരു പൊളി വൈബായിരുന്നു. കുതിരപ്പുറത്ത് കയറി പോകുന്ന ഞങ്ങളുടെ ടീമിലെ ഒരു മീനാട്ടോ. എല്ലാവരും അവരവരുടെ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കിലാണ്. കലാരൂപങ്ങൾക്കിടയിൽ ഒരു വെളിച്ചപ്പാടിനെയും കാണാം. വെളിച്ചപ്പാട് എന്നാണോ ഈ സ്റ്റെപ്പിടാൻ തുടങ്ങിയത്? ന്യൂജനായിരിക്കും. മോഹിനിയാട്ടി ഞങ്ങളുടെ രമണിനെ കണ്ടു. നല്ല സുന്ദരി കുട്ടികളെല്ലാം ഇവിടെ മുത്തുക്കൂടെ പിടിച്ച് നിൽപ്പുണ്ട്. വേറെ ടീമിൻ്റെ റാലി ആട്ടോ ഇത്. ഇതൊക്കെ ഞങ്ങളുടെ റാലിക്കിടയിലുള്ള പ്രോപ്പർട്ടീസ് ആയിരുന്നു. എല്ലാം എത്നിക്കാണ്. കൊല്ലം യവനിക വിൻറ്റേജ് കാറ്. ഈ വിൻറ്റേജിനിടയ്ക്ക് ഇവിടെ നിന്നാണോ റോളർ സ്കേറ്റിംഗ് വന്നത്? സംഭവം എന്നാണോ എത്നിക്കാക്കിയത്? എന്തായാലും കളറായിട്ടുണ്ട്. മാർക്കിംഗ് കളിക്കാർ അവരുടെ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുന്നു. ആകെ മൊത്തം ഒരു എത്നിക് വൈബ്. ഞങ്ങളുടെ റാലി തുടങ്ങിയിരിക്കും കേട്ടോ. ഞങ്ങളുടെ ടീമായത് ഈജിപ്ത്, സ്പെയിന്, സൗദി, അങ്ങനെ വേൾഡ് സെലിബ്രേറ്റ് ഓണം ആയതുകൊണ്ട് എല്ലാം വേഷത്തിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ വാമനെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് നമ്മുടെ റാലി പോകുമ്പം റാലി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും മാർക്കിടുന്ന ജഡ്ജസുമാണ്. നടുക്കിരിക്കുന്ന ആളുടെ മനസ്സിലായോ? നമ്മുടെ ടി വിയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു റിപ്പോർട്ടർ ആട്ടോ. ഇത് ചാനലിൻ്റെ ഞാൻ മറന്നുപോയി, പക്ഷേ ജഡ്ജായിരുന്നു. നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ആ കാണുന്നത്. ശ്രീലക്ഷ്മി എന്തൊക്കെ പ്രോപ്പർട്ടിയും പിടിച്ച റാലിയുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇത് മുത്തക്കട പിടിച്ച ഞാൻ. എന്തായാലും ആ പ്രോപ്പർട്ടി പിടിച്ചത് നന്നായി. നട്ട വെയിലായിരുന്നു, അതുകൊണ്ട് വെയിൽ കൊള്ളാണ്ട് പോകാൻ പറ്റി. ഞാൻ കുറച്ചു നേരം വിങ്ങിപ്പോയിരുന്നു റെസ്റ്റ് എടുക്കാൻ പോവാം.
ആ കാതിലിട്ട പണ്ടാരം കമ്മലിന് എന്തൊരു വേദനയായിരുന്നു. നല്ല വെയിറ്റ്, കാത് പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു സദ്യ തുടങ്ങി, വേഗം ഫുഡ് കോർട്ടിലോട്ട് വരാൻ. അങ്ങനെ ഞാൻ ഫുഡ് കോർട്ടിലോട്ട് പോയി. തിരുവാതിര കളിക്ക് വട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരെ അല്ല നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ സ്വന്തം പൈസ മുടക്കി നമ്മൾ തിന്നുന്ന സദ്യക്ക് ഉള്ള ക്യൂ ആണിത്. ഇതിനെ എപ്പം ഞാൻ സദ്യ കഴിക്കാനാണോ? ക്യൂ നീങ്ങുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും വലത്തോഷത്തോട്ട് നോക്കുമ്പോൾ ആ ക്യൂവിൻ്റെ നീളം കാണുമ്പോൾ ബോധം പൊക്കൊണ്ടും വന്നുകൊണ്ടും ഇരുന്നു. അങ്ങനെ ഓണം കൂടാൻ വന്ന സായിപ്പിനെയും പിടിച്ച് ക്യൂവിൻ്റെ ഒരു മൂലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. പാവം, കേരളത്തിൻ്റെ കൾച്ചർ അറിയാൻ വന്നതായിരിക്കും. ക്യൂ നിന്ന് സദ്യ തിന്നട്ടെ. ഇതാണ് ഞങ്ങൾ ഇന്ന് ബ്ലാക്കിൽ വാങ്ങിയ ഓണസദ്യ കൂപ്പൺ. ഇന്നലെ വരെ 200 രൂപയായിരുന്നു. ഇന്ന് ഓൺ പോപ്പുലർ ഡിമാൻഡ് ഇതിൻ്റെ വില 250 ആക്കിയിട്ടുണ്ട്. അങ്ങനെ കൂപ്പണൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സദ്യവട്ടത്തിലേക്ക് കടക്കുകയായി. കണ്ടപ്പോൾ തന്നെ കറിയുടെ എണ്ണം എടുക്കുമായിരുന്നു ഞാൻ. 250 രൂപ മുടക്കിയ സദ്യക്കുള്ള മുതലുണ്ടോയെന്ന് അറിയണമല്ലോ. ഫ്രണ്ട്സ് പലരും അപ്പുറം ഇപ്പുറം പോയി ബിരിയാണിയും കുഴിമന്തിയൊക്കെ തട്ടുന്നുണ്ട്. ഇവിടെ സദ്യക്ക് റേറ്റ് കൂടുതലാണെന്നും പറഞ്ഞ്. ഓടായിട്ട് എങ്ങനെയാണ് ഈ കുഴിമന്തിയൊക്കെ തരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പൈസ പോയാലും സദ്യ കഴിക്കാമെന്ന്. ശ്രീലക്ഷ്മി ഇവിടെ ശർക്കര വരട്ടിയിൽ നിന്നും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനം പരിപ്പും നെയ്യും കൂട്ടിയുള്ള ചോറാണ്. ചോറിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഫുഡിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 3 കൂട്ടം പായസമുള്ള സദ്യയായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചാൽ കൊള്ളാം. ഇത് തിരുവനന്തപുരം സ്പെഷ്യൽ ബോളിയും പാൽപ്പായസവും. ലാസ്റ്റ് രസവും മോരും കൂടെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കുടിച്ച് പരിപാടി അവസാനിപ്പിച്ചു. നട്ട വെയിലത്തിരുന്ന് റെസ്റ്റ് എടുക്കുന്നവർ ഞങ്ങളെയാണ് നിങ്ങളീ കാണുന്നത്. അകത്ത് AC ഹാളുള്ളപ്പോൾ എന്തിനാണോ ഞങ്ങൾ ആ വെയിലത്തിരുന്ന് റെസ്റ്റ് എടുത്തത്. പരിപാടിയൊക്കെ തീരുന്നതിന് മുന്നേ ഞാൻ ബീച്ചിലോട്ട് പോയി. കാരണം എനിക്ക് വീട്ടിൽ പോകണമായിരുന്നെന്ന്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ബസ്സിന് ടൈമായി. മേക്കപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടുള്ള എൻ്റെ കോലാണ് ഞാൻ കാണുന്നത്. വിരൂപയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.